ബാക്ക്ഗ്രൗണ്ട് ഡാൻസറിൽ നിന്നും നായികമാരായ ചുരുക്കം ചിലരാണുള്ളത്. അത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായി ആരംഭിച്ച് ഇന്ന് തെന്നിന്ത്യയിൽ കോടികൾ നേടുന്ന ഒരു നായികയുണ്ട്. കസ്തൂരിമാൻ സിനിമയുടെ തമിഴ് പതിപ്പിൽ മീര ജാസ്മിൻ പഠിക്കുന്ന കോളേജിലെ വിദ്യാർത്ഥികളിൽ ഒരാളായി പാട്ട് സീനിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട പെൺകുട്ടിയാണ് ഇന്നത്തെ താരസുന്ദരി. അത് മറ്റാരുമല്ല, സായി പല്ലവിയാണ്. ചിത്രത്തിലെ ഡാൻസ് സീനിൽ മീര ജാസ്മിന് പിന്നിലായി നൃത്തം വെച്ചത്. അന്നത്തെ ആ ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. ഇന്ന് കോടികൾ പ്രതിഫലം വാങ്ങുന്ന നടിയാണ് സായി പല്ലവി. നടിയുടെ പുതിയ ചിത്രമായ രാമായണത്തിൽ 20 കോടിയാണ് പ്രതിഫലം വാങ്ങുന്നത്. മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നാണ് ലോഹിതദാസ് രചനയും സംവിധാനവും നിർവഹിച്ച കസ്തൂരിമാൻ. കുഞ്ചാക്കോ ബോബനും മീര ജാസ്മിനുമായിരുന്നു പ്രധാന താരങ്ങൾ. ഈ ചിത്രം ഇതേ പേരിൽ ലോഹിതദാസ് തന്നെ തമിഴിലും സംവിധാനം ചെയ്തു. കുഞ്ചാക്കോ ബോബന്റെ വേഷം പ്രസന്നയാണ് അവതരിപ്പിച്ചത്. ഈ ചിത്രത്തിലൂടെ ആ വർഷത്തെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മീര ജാസ്മിന് ലഭിച്ചു. ചിത്രത്തിന്റെ തമിഴ് പതിപ്പിലായിരുന്നു സായി പല്ലവി അഭിനയിച്ചിരുന്നത്. ചെറിയ വേഷത്തിൽ നിന്നുമാണ് തെന്നിന്ത്യൻ സൂപ്പർ താര പദവിയിലേക്ക് സായി പല്ലവി വളർന്നു വന്നത്. ആദ്യ സിനിമയായ പ്രേമം മുതൽ സായി പല്ലവി അനായാസമായി എല്ലാ സിനിമയിലും ഡാൻസ് ചെയ്യുന്നത് പ്രേക്ഷകർ കാണാറുള്ളതാണ്. സായി പല്ലവിയുടെ മറ്റൊരു പ്രത്യേകതയാണ് കൃത്യമായ നിലപാടുകൾ പറയുന്നത്. അടുത്തിടെ കോടികൾ ഓഫർ ചെയ്തിട്ടും ഒരു ഫെയർനെസ് കമ്പനിയുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ തയ്യാറാവാത്ത സായി പല്ലവിയുടെ നിലപാട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പ്രശസ്ത ഫെയർനെസ് ക്രീം ബ്രാൻഡിന്റെ പരസ്യത്തിലേക്കുള്ള ഓഫറാണ് സായി പല്ലവി നിഷേധിച്ചത്. 2 കോടിയോളം രൂപ കമ്പനി ഓഫർ ചെയ്തെങ്കിലും സായി പല്ലവി ഓഫർ സ്വീകരിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്.